കൊല്ലം അഞ്ചലിൽ ഭാര്യ മോഷണക്കേസിൽ ജയിലിലായതിനെ തുടർന്ന് ഭർത്താവ് വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ചു. പടിഞ്ഞാറ്റിൻകര റഹീം മനസ്സിലിൽ റഫീഖാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയോടെ പെട്രോളുമായി വീട്ടിലെത്തിയ യുവാവ് വീട്ടിനുള്ളിൽ കയറി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഉച്ചയോടെ വീട്ടിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് അയൽവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയും അവർ രക്ഷയ്ക്കായി എത്തുകയും ചെയ്തു. പോലീസും നാട്ടുകാരും ചേർന്ന് റഫീഖിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്ന് ഇപ്പം ഇത് കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറി വന്നപ്പോൾ ഇവിടുന്ന് ആളെ കൊണ്ടുപോയി മെഡിക്കൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. മെഡിക്കലിൽ കൊണ്ടുപോയിട്ടില്ല. ഇപ്പം മിഷൻ ഹോസ്പിറ്റലുണ്ട്. അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഉണ്ടോ? പുള്ളി ബന്ധുക്കളെ തന്തേ നല്ലതൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഒരു സഹോദരനുണ്ട്, ഒരു സഹോദരി. അവർ കേസുമായിട്ട് നടക്കുവാണ്. ഈ പെണ്ണ് പിന്നെ ഒരു മോഷണ കേസ് പ്രതിയായിട്ട് ഏതാണ്ട് പോലീസ് കണ്ടുകൊണ്ടിരിക്കുന്നുള്ള ഒരു കേസിൽ പ്രതിയായിട്ട് അവർ അട്ടക്കുളങ്ങര സബ് ജയിലിൽ കിടക്കും. അവർക്ക് ജാമ്യമായിട്ടില്ല. അതിന്റെ ഒരു ഫീലിംഗിലാണ് ചെയ്തത്. പിന്നെ അത് ചെറിയ ഒരു ഇതുണ്ട്, പ്രശ്നമുണ്ട്. ഫോട്ടോ ഓടിക്കും അല്ലേ? അല്ല, ഇതിനും ഫോട്ടോ ഓടിക്കുകയായിരുന്നു. ഇപ്പൊ ഈ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ വേറെ വണ്ടി കൂലിപ്പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഈ ഇതുപോലാത്തോണ്ട് എല്ലാവരും ഒന്നും ന്യൂസിനകത്ത് സോഷ്യൽ മീഡിയയൊക്കെ ന്യൂസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്ക് വിഷമ ടെൻഷൻ കൊണ്ടായിരിക്കും അല്ലേ? ഇത് ഈ വൈഫിന്റെ പ്രശ്നം വെച്ചുകൊണ്ട് പെട്രോൾ ഒഴിച്ചതാണോ? അങ്ങനെ പെട്രോൾ ഒഴിച്ചു റൂമിനകത്ത്. എന്നിട്ട് അപ്പഴത്തെ ഫയർഫോഴ്സിനെ ആരാ അവരും അറിയിച്ചത്? അതിവിടെ നാട്ടുകാർ തീ കത്തുന്ന കണ്ടായിരുന്നല്ലേ? അപ്പോഴത്തേക്ക് ഏകദേശം കുറെ കത്തി. ഞായറാഴ്ച വൈകിട്ട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ വീട്ടിനുള്ളിൽ ആരുമില്ലായിരുന്നു. ശനിയാഴ്ച മകൻ റംസാനെ റഫീഖ് സബീനയുടെ വീട്ടിൽ എത്തിച്ചതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. റഫീഖിന്റെ ഭാര്യ സബീന മോഷണക്കേസിൽ റിമാൻഡിലാണ്. അഞ്ചൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുനലൂർ ASP അപർണ, അഞ്ചൽ CI ഹരീഷ്, SI മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി.